കൃഷ്ണകുമാറിന് ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഏത് ഏജൻസി അന്വേഷിച്ചോട്ടെ 1% ഇതിൽ സത്യമുണ്ടെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാ. ഒരാൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരാതി എന്ന കാര്യത്തിലേക്ക് വരാൻ നമുക്ക് അതിപ്പോ മറ്റേ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയം വിടാം. അതിനാധാരം ഇനി അതാണെങ്കിലും അല്ലെങ്കിലും നേതാക്കൾക്ക് ഇപ്പോൾ ഗോപാലൻകുട്ടി മാസ്റ്ററെ പോലെയുള്ള RSS നേതാക്കൾക്ക് BJPയുടെ ചുമതലയുണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പരാതി കൊടുത്ത കാര്യം മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഈ പരാതിയിലും പറയുന്നു. BJPയുടെ സംഘടനാ ചുമതലയുള്ള നേതാക്കൾക്കും RSSന്റെ നേതാക്കൾക്കും ഈ വിഷയം അറിയാം എന്ന് ചൂണ്ടിക്കാണപ്പെടുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി സഹായിച്ച കാര്യവും ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം അറിയാമെന്ന കാര്യവും ഒക്കെ നേരത്തെ സന്ദീപ് വാര്യരും പറഞ്ഞിരുന്നു. അപ്പൊ ഇത് ഇത്രയും കാലം വെറുതെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കൂ? അഭിലാഷ് ജി, എനിക്ക് ദീപ്തി മേരി വർഗീസിനോട് പറയാനുള്ളത്, അവർ അഭിഭാഷകയാണ്. ഇത്തരത്തിൽ കേസ് പഠിച്ചിട്ട് കോടതി പോയാൽ അവർക്ക് വാദിക്കുന്ന കേസ് അവർ ജയിക്കില്ല. കാരണം ഒരു ഹോംവർക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യണം. ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് കേട്ടിട്ട് വന്നിരുന്ന് പറയരുത്. അഭിഭാഷകയാണല്ലോ. ഞാൻ ഇപ്പോൾ അഭിലാഷിന് അയച്ചു തരാനായിട്ട് അത് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഒരു മിനിറ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 2 കോടതി മുമ്പാകെ പരാതിക്കാരി കൊടുത്ത അപേക്ഷയുടെ മുകളിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അഭിലാഷ് ഇപ്പോൾ ആ പേജ്, അവരുടെ ആ പാരഗ്രാഫ്, 3ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫ്, അത് ഉൾപ്പെട്ട ആ പേജ് ഇപ്പോൾ അതിപ്പോൾ വാട്സാപ്പിൽ കിട്ടും. അപ്പോൾ അഭിലാഷിന് മനസ്സിലാവും. പിന്നെ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, കൃഷ്ണകുമാറിന് ഒരു നാണക്കേടിൻ്റെ ആവശ്യമില്ല. 2015 പത്രസമ്മേളനം നടത്തിയല്ലോ. ഈ പാർട്ടിക്കകത്ത് നിന്നിട്ട് ഇന്ന് നിങ്ങളുടെ പാർട്ടിയിലുള്ള ആൾ ഇവരെ കൊണ്ട് നടത്തിച്ചല്ലോ. 2020 നടത്തിച്ചല്ലോ. അന്ന് കോൺഗ്രസ് പാർട്ടി പാലക്കാട് ഉണ്ടല്ലോ. 2015 20 കോൺഗ്രസിൻ്റെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ, ജില്ലയുടെ ആളുകൾ ഇതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിച്ച് ഇത് യാഥാർത്ഥ്യമല്ല, സത്യമല്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഒരു മാധ്യമങ്ങളും വാർത്ത കൊടുത്തില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എടുത്തില്ല. കാരണം ഇതിൽ കൃത്യമായിട്ട് ബോധ്യമുള്ളതുകൊണ്ടാണ് അന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ഏറ്റെടുക്കാതിരുന്നത്. ഇപ്പോൾ പരാതി എന്താ കൊടുത്തത് രാജീവ് ചന്ദ്രശേഖർക്ക്? തിങ്കളാഴ്ച എന്ന് പറയുന്ന സമയത്ത് ഇന്ന് 27-ാം തീയതി, 25-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, നാളെ BJP ഓഫീസിൽ കാളെ കെട്ടാൻ തയ്യാറായിക്കോ. പുതിയ നിങ്ങളുടെ വക്താവ് പറയുകയാണ്, നാളെ കോർ കമ്മിറ്റി ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയിട്ട് ഇടുന്നു, കോർ കമ്മിറ്റി അംഗത്തിനെതിരെ പരാതി വന്നാൽ നടപടിയെടുക്കുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഈ 2024 ജൂലൈ മാസം വിധി പ്രസ്താവിച്ച ഒരു കേസിൽ, അപ്പീൽ പോലും ഇതുവരെ പോവാത്ത കേസിൽ 1 വർഷം, രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനായിട്ട് 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിൽ കൊടുക്കാത്ത പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് നിരന്തരമായിട്ട് മാലപ്പടക്കം പോലെ. നിങ്ങൾക്കല്ലേ നാണം വേണ്ടത്? ഇത്രയേറെ സ്ത്രീകൾ പരസ്യമായിട്ട് രംഗത്ത് വന്ന് വോയിസ് ക്ലിപ്പും ചാറ്റുകളും നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന KPCC പ്രസിഡന്റിന് 3.5 വർഷം മുമ്പ് പരാതി കൊടുത്തു എന്ന് യുവനടി പറഞ്ഞു. ഇത്രയും കാലം ചോദിച്ചു പരാതി എവിടെ, പരാതി തന്നിട്ടില്ലല്ലോ എന്ന്. ഇന്ന് അവർ പറഞ്ഞില്ലേ മാധ്യമങ്ങളോട്, 3.5 വർഷം മുമ്പ് KPCC പ്രസിഡന്റിന് പരാതി കൊടുത്തുനിന്ന്. KPCC പ്രസിഡന്റ് 3.5 വർഷമായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തുവോ? അന്ന് ഒന്നുമല്ലാതിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് MLA സ്ഥാനം കൊടുത്തു. നിങ്ങൾ പ്രമോഷനല്ല കൊടുത്തു. ഇത്രയേറെ പരാതികൾ നേരിട്ട് ബോധ്യമായിട്ട് എന്തെങ്കിലും അന്വേഷിച്ചോ? നിങ്ങളാണ് ഇവിടെ വന്നിരുന്ന് പറയുന്നത് കൃഷ്ണകുമാറിന് ആണ്. എനിക്ക് ഇപ്പോഴും ഞാൻ പറയുന്നു, ഏത് ഏജൻസി അന്വേഷിച്ചോട്ടെ 1% ഇതിൽ സത്യമുണ്ടെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം ഞാൻ അവസാനിപ്പിക്കാൻ തയ്യാറാ. ഈ ഞങ്ങളുടെ ഉള്ളിലിരുന്ന് ഞങ്ങളെ കുത്തിയ ഒരാൾ നിങ്ങളുടെ കൂടെ വന്ന സമയത്ത് നിങ്ങൾ അത് മുഴുവൻ വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ കോളം തോണ്ടുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നുള്ള കാര്യം മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പിന്നെ ഇപ്പൊ അഭിലാഷിന് അത് കിട്ടിയിട്ടുണ്ടാവും വളരെ കൃത്യമായിട്ട്. അച്ഛനെ ഇവിടെ ദീപ്തി മേരി വർഗീസ് അതിൽ പറയുന്നത്, ആ പരാതിയിൽ പറയുന്നത് പലതവണ ശാരീരികമായി ഉപദ്രവിക്കാൻ 5 ലൈനുണ്ട്. അതിന് താഴെയുണ്ടല്ലോ, ലാസ്റ്റ് ലൈൻ വായിക്കൂ. അല്ല, അതിന് താഴെ പിന്നെന്താ ഇതിൽ കൂടുതൽ ഓക്കെ ശരി ഉണ്ട്. ഇതില് 2010 മെയ് 5-ാം തീയതി അഭിലാഷ് 2010 മെയ് 5-ാം തീയതി അന്യമതസ്ഥനായിട്ടുള്ള ഒരു പുരുഷനെ കല്യാണം കഴിച്ച് എൻ്റെ അവരുടെ അച്ഛനോടൊപ്പം എറണാകുളത്ത് താമസിച്ച കുട്ടി
അന്യമതസ്ഥനായ ഒരു ആളെ വിവാഹം കഴിച്ച ശേഷം ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 4 കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് സ്വത്ത് തർക്കം അച്ഛൻ്റെ വില്ല് അവരുടെ പരാതി ഞാൻ മുഴുവൻ അയച്ചു തരാം, വായിച്ചു നോക്കുക. അവരുടെ പരാതി തന്നെ കൃത്യമായി പറയുകയാണ്. ഇനി 2-5 ഇതേ പരാതിയിൽ പറയുകയാണ് 2-5-2014 എനിക്കും അമ്മയ്ക്കും കൂടി അർഹതപ്പെട്ട വീട് മൂത്ത സഹോദരിയുടെ പേരിൽ എഴുതി വെച്ച ഒരു ഡ്രാഫ്റ്റ് കണ്ടതിനെ തുടർന്ന് ഇതേ പറ്റി ചോദിക്കാൻ ഞാൻ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരിയുടെ വീട്ടിൽ ചെന്നു. അവിടെ അവരുടെ ഭർത്താവും ഇവരും കൂടി എന്നെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് വ്യക്തമായില്ലേ? നിങ്ങൾക്ക് അയച്ചു തന്ന 3-ാമത്തെ പേജിന്റെ 2-ാമത്തെ പേജിന്റെ കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. വ്യക്തമല്ലേ? എന്നെ ശാരീരികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പിന്നീട് വീട്ടിൽ വരുമ്പോഴെല്ലാം ബലാത്സംഗ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് പരാതിയിൽ അന്ന് കൊടുത്ത പരാതിയുള്ളത്. പക്ഷേ ആ ബലാത്സംഗ ശ്രമം പക്ഷേ അന്വേഷിക്കപ്പെട്ടില്ല. അതായത് പിന്നീട് അത് താങ്കൾ പറഞ്ഞ 2024 വിധിയിൽ അതിൽ ഈ പറഞ്ഞ ചാർജസ് ഉൾപ്പെട്ടിട്ടില്ല. മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്ത് മജിസ്ട്രേറ്റ് പോലീസിനോട് അന്വേഷിക്കാൻ പറഞ്ഞ് പോലീസ് അന്വേഷിച്ച് അതനുസരിച്ചിട്ടാണല്ലോ സെക്ഷൻ ഇട്ടിരിക്കുന്നത്. അന്ന് ഇവരാണല്ലോ UDF തന്നെയാണല്ലോ ഭരിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ അന്ന് കേരളം ഭരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി ആരായിരുന്നു? താങ്കൾ തന്നെ പറഞ്ഞല്ലോ രമേശ് ചെന്നിത്തലയാണെന്ന്. ആ പോലീസ് അന്വേഷിച്ചിട്ട് എടുത്ത കേസാ. അതിനുശേഷം കേരളം ഭരിച്ചത് ഭാരതീയ ജനതാ പാർട്ടി അല്ലല്ലോ. അപ്പോൾ ഒരു കേസിൽ ഇന്ന് വളരെ നിങ്ങൾ ഒരു കാര്യം ദീപ്തി മേരി വർഗീസ് വിചാരിക്കണം, ഇത് പറഞ്ഞെല്ലാം കൃഷ്ണകുമാറിനെ വിരട്ടാമെന്നും കൃഷ്ണകുമാറിനെ ഈ സമരരംഗത്ത് നിന്ന് മാറ്റാൻ സാധിക്കുന്നതും BJP ഇത് കേട്ട് സമരരംഗത്ത് നിന്ന് മാറുന്നു നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൂഢസ്വപ്ന. അച്ഛൻ നേരത്തെ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു അച്ഛന് ഓർമ്മക്കുറവുണ്ടായിരുന്നു. അച്ഛനെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നമ്പർ 2 കോടതി മുമ്പാകെ അച്ഛൻ കൊടുത്ത അഫിഡവിറ്റ് ഞാൻ നിങ്ങളുടെ ലേഖകന് വേണമെങ്കിൽ അഭിലാഷ് ഇവിടെ കൊടുക്കാം എന്താണ് അച്ഛൻ കൊടുത്ത അഫിഡവിറ്റ് എന്ന് കോടതി മുമ്പ് അച്ഛൻ നേരിട്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ പോയി കൊടുത്ത അഫിഡവിറ്റാ. അച്ഛൻ നേരിട്ട് ഇന്ന് നിങ്ങളുടെ പുതിയ ആളുണ്ടല്ലോ വക്താവ് ചാനലുകളോട് 2012 അച്ഛൻ പറഞ്ഞു എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അച്ഛൻ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെ പോയി കൊടുത്ത അഫിഡവിറ്റ് അടക്കം കോടതിയുടെ മുമ്പാകെ ഉണ്ട്. അപ്പോൾ ഇത് സ്വത്ത് തർക്കത്തിന്റെ എന്നെ സമ്മർദ്ദത്തിലാക്കി ഞങ്ങൾ കോംപ്രമൈസിന് പോകും എന്നുള്ളതിൽ അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു പരാതിയും പിടിച്ചിട്ട് 11 കൊല്ലത്തിന് ശേഷം 2015-ലും 20-ലുമൊക്കെ പാലക്കാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാവുന്ന പത്രസമ്മേളനം നടത്തി പറഞ്ഞ് ഇത് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ മത്സരിക്കുന്ന സമയത്തൊക്കെ പരസ്യമായിട്ട് നോട്ടീസ് അടിച്ച് പ്രചരണം നടത്തിയ കേസ് എന്തുകൊണ്ട് ഈ 11 വർഷക്കാലം ഈ പരാതിയായിട്ട് പോലീസിൻ്റെ അടുത്ത് പോയില്ല? നേരത്തെ അരുൺ ഇവിടെ CPM-ന്റെ പ്രതിനിധി ചോദിച്ചല്ലോ എന്തുകൊണ്ട് പോലീസിൻ്റെ അടുത്ത് പോയില്ല? 2024 വിധി വന്ന ശേഷമെങ്കിലും പോലീസിനെ സമീപിക്കായിരുന്നല്ലോ. പോലീസിനെ സമീപിച്ചോ? ഇല്ലല്ലോ. എന്തുകൊണ്ട് സിവിൽ കേസിൽ അപ്പീൽ പോകാൻ അറിയുന്ന ആള് ഈ കേസിൽ എന്തുകൊണ്ട് അപ്പീൽ പോയില്ല? വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇവിടെ പറഞ്ഞു നട്ടല് തകർന്നു എന്നല്ലോ. വൂണ്ട് സർട്ടിഫിക്കറ്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? എന്തിനാ ഒരു വക്കീൽ ഇങ്ങനെ വന്നിരുന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നാണം കെടാനായിട്ട് വന്നിരുന്ന് നുണ പറയുന്നത്? ദീപ്തി മേരി വർഗീസ് അവസാനിപ്പിക്കണം.